നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന കൊല്ലം കൊട്ടിയത്ത് ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് വാർഡന്മാരെ നിയമിക്കുമെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. തിങ്കളാഴ്ചയോടെ പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കും. അപകട സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിൽ PWD, NH ഉദ്യോഗസ്ഥർ, വാട്ടർ അതോറിറ്റി, ജിയോളജി എന്നിവർ പരിശോധന നടത്തും. NHAI വിദഗ്ധ സംഘം ഇന്ന് വൈകിട്ട് എത്തുമെന്നാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടുത്തെ അപകടം നടന്ന സ്ഥലത്തുള്ള വലതുഭാഗത്തുള്ള റോഡ് ഗതാഗതത്തിന് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരത്തോടു കൂടി, അതായത് 7-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ട് പൂർണ്ണമായിട്ടും സജ്ജമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് NHAI അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇടതുഭാഗത്തുള്ള ഇപ്പോൾ അപകടം നടന്ന ആ ഭാഗത്ത് ഗതാഗത പുനഃസ്ഥാപനം നടക്കുന്നത് 8-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമേ ആയിരിക്കുകയുള്ളൂ. കൂടാതെ പാനലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടതുഭാഗത്തുള്ള അപകടം നടന്ന ഭാഗത്തുള്ള പാനലുകൾ ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ട് നീക്കം ചെയ്യാൻ ആരംഭിച്ചു. ഇന്നിപ്പോൾ വലതുഭാഗത്തുള്ള പാനലുകൾ കൂടി നീക്കം ചെയ്യുന്നുണ്ട്. കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ അവിടെ താർന്നിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ആരംഭിക്കും. വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഈ വരുന്ന ദിവസങ്ങളിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാഫിക് വാർഡന്മാരെ ഇവിടെ അധികമായിട്ട് 30 പേരെ നിയോഗിക്കും. വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി അന്വേഷണത്തിന് എത്തുകയാണ്. വിവരങ്ങൾ. ശൈലിമ, ഇതിൽ പ്രധാനമായും NHAIയുടെ വിദഗ്ധ സംഘം എത്തുമെന്നുള്ളത് തന്നെയാണ്. കൃത്യമായും പരിശോധന നടത്തും. എന്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകാൻ കാരണമായത് എന്നതിനെ കുറിച്ചാണ് പരിശോധന. അതിൽ തന്നെ ജിയോളജി വകുപ്പ് ഉൾപ്പെടെ മണ്ണ് സാമ്പിൾ എടുത്തുകൊണ്ട് പരിശോധന നടത്തും. അതോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്നിട്ടുണ്ട്, അതും പുനഃസ്ഥാപിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ജില്ലാ കളക്ടറാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തത്. ഈ NHAIയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സർക്കാരിലെ വിവിധ വകുപ്പുകൾ, അതായത് വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കളക്ടറും ചേർന്ന് നടത്തിയിട്ടുള്ള ആദ്യഘട്ടത്തിലെ ഈ യോഗത്തിൽ കൃത്യമായും ഈ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എത്രയും വേഗം തന്നെ ഈ സഞ്ചാര യോഗ്യമാക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ കൂടെ ആയതിനാൽ അതിൻ്റെതായിട്ടുള്ള തിരക്കുണ്ടാവും. അപ്പോൾ 8-ാം തീയതിയോടുകൂടി ഇത് പൂർണ്ണമായും സഞ്ചാര യോഗ്യമാക്കുവാനാണ്. അതോടൊപ്പം തന്നെ അന്വേഷണം കൂടെ നടത്തും. കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം മറ്റെവിടെയെങ്കിലും ഈ പാതയിലോ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. വിദഗ്ധ സംഘമാകും ഇത് പരിശോധന നടത്തുക. എന്തായാലും ഈ സൈഡുകൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയപാത നിർമ്മാണത്തിലിരിക്കുമ്പോൾ ഈ സൈഡ് വാളിനുള്ളിൽ മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നു. അതായത് നടുവിൽ മണൽ നിറച്ചു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ കരാർ കമ്പനി അത്തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള നടപടി കൂടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ വിദഗ്ധ സംഘം പരിശോധിക്കുമ്പോൾ ഇത് ഉള്ളിൽ നിറച്ചിട്ടുള്ള മണ്ണ് അത് എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംരക്ഷണമാണ് ഒരുക്കിയിരുന്നത് എന്നൊക്കെ കൃത്യമായും പരിശോധിക്കും. ഈ സംരക്ഷണ ഭിത്തി ഈ മണ്ണ് ഇടിഞ്ഞതോടുകൂടി ഇടിഞ്ഞ് റോഡിലേക്ക് വരികയാണ്. പിന്നെ ആ സർവീസ് റോഡ് അടക്കം തകർന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് ഒഴിവായത്. കാരണം ഈ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ദേശീയപാത നിർമ്മാണം അത് പൂർണ്ണ സുരക്ഷിതത്വത്തോടു കൂടി ആയിരിക്കണം എന്നുള്ള കാര്യം അത് തന്നെയാണ് യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. അതിന്റെ കൃത്യമായി മനോജ്, കൊട്ടിയത്ത് ദേശീയപാത തകർന്ന വിഷയത്തിൽ കരാർ കമ്പനിയിലേക്കടക്കം അന്വേഷണം നീളുകയാണ്. ഏതായാലും ദേശീയപാത ഉദ്യോഗസ്ഥർ ഇന്ന് വൈകിട്ടോടെ ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന ആരംഭിക്കുമെന്നാണ് കൊല്ലത്ത് നിന്നും മനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്.